NSS നേതൃത്വത്തിനെതിരെ തുറന്നടിച്ച് പശ്ചിമബംഗാൾ ഗവർണർ ഡോക്ടർ CV ആനന്ദബോസ്. ഗവർണറായി ചുമതലയേൽക്കും മുൻപ് പെരുന്നയിലെത്തി തന്നെ മന്ദം സമാധിയിൽ പുഷ്പാർച്ചന നടത്താൻ അനുവദിച്ചില്ല എന്നാണ് ആരോപണം. മന്ദം സ്മാരകം എല്ലാ നായന്മാർക്കും അവകാശപ്പെട്ടതാണെന്നും ഡോക്ടർ CV ആനന്ദബോസ് ഡൽഹിയിൽ പറഞ്ഞു. എനിക്ക് ഒരു അപ്പോയിൻമെന്റ് കിട്ടി NSSന്റെ ജനറൽ സെക്രട്ടറിയുമായി. ഞാനിവിടെ ചെന്നു. അദ്ദേഹം എൻ്റെ കാറിൻ്റെ അടുത്ത് വന്ന് കാറിൻ്റെ ഡോറൊക്കെ തുറന്ന് സ്വീകരിച്ചു. എനിക്ക് ചായ തന്നു, എന്നോട് സംസാരിച്ചു. കാറിൽ കയറ്റി തിരികെ അയക്കുകയും ചെയ്തു. സമാധിയിൽ പുഷ്പാർച്ചന നടത്തുന്ന കാര്യമൊന്നും പറഞ്ഞില്ല. അപ്പോൾ എനിക്ക് സമാധിയിൽ പുഷ്പാർച്ചന നടത്താൻ അവകാശമില്ലേ? ഈ നായർ സമുദായത്തിൽ പിറന്ന ഓരോരുത്തരും ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും മന്നത്താചാര്യ സമാധിയിൽ പോയി പുഷ്പാർച്ചന നടത്തേണ്ടതല്ലേ? നമ്മുടെ അവകാശമല്ലേ? ഈ കാവൽക്കാര് ഒരു കാര്യം ഓർക്കണം, ഗേറ്റ് കീപ്പേഴ്സ്, അവരെ കാണാനല്ല ജനങ്ങൾ വരുന്നത്. ഞാൻ പിന്നെ വരുന്ന NSSൽ പോകുന്നത് ഇപ്പോഴുള്ളവരെ കാണാനില്ല, അവരെ ബഹുമാനിക്കുന്ന സത്യമാണ്. പക്ഷേ മന്നത്താചാര്യന് ആദരം അർപ്പിക്കാനാണ്. അതിനുള്ളൊരു അവസരം കിട്ടുന്നില്ലെന്ന് സങ്കടപൂർവ്വം പറയുകയാണ്. അതേസമയം എന്താണ് ആനന്ദബോസിന്റെ ആരോപണം NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ തള്ളുകയാണ്. CV ആനന്ദബോസ് തന്നെ വന്ന് കണ്ടെങ്കിലും പുഷ്പാർച്ചന നടത്തണമെന്ന് പറഞ്ഞിട്ടില്ലെന്നാണ് 24നോട് G സുകുമാരൻ നായരുടെ പ്രതികരണം. വെറുതെ എന്തോ അവിടെ പറഞ്ഞുണ്ടാക്കുന്ന അങ്ങനെ സംഭവമേ ഉണ്ടായിട്ടില്ല. ഏതായാലും ഞാൻ ഇത്രയും കാലമായല്ലോ ഇവിടെ ഇരിക്കുന്നത്. നേരിട്ട് വന്ന് കണ്ടിട്ടുണ്ട്, പക്ഷെ പുഷ്പാർച്ചന നടത്താൻ അനുവദിക്കാതെ അത് ഒരിക്കലും ഇരുന്നില്ല. അങ്ങനെ ഉണ്ടായിരുന്നേ അങ്ങനെ നമ്മൾ കൂടെ പോയി പുഷ്പാർച്ചന നടത്തിയിരുന്നു. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് എന്തോ ഇതിന് ആലോചിക്കാതെ പറഞ്ഞ ഒരു വിഷയമാണ്. ബൽറാം നെടുങ്ങാടിയും ടോബി ജോൺസണും ഏറ്റവും പുതിയ വിവരങ്ങൾ വെച്ചിരുന്നു. ആദ്യം ബൽറാമിലേക്ക് പോകുന്നു. ബൽറാം, ഇവിടെ പുഷ്പാർച്ചന നടത്തണം എന്ന ആവശ്യം അറിയിച്ചിട്ടും അതിനുള്ള അനുവാദം കിട്ടിയില്ല, അതിനുള്ള ഏർപ്പാട് ചെയ്തു തന്നില്ല എന്നാണോ ആനന്ദബോസ് സങ്കടത്തോടെ പറയുന്നത്? ഹാഷ്മി, 3 വർഷം മുമ്പുള്ള തൻ്റെ വിഷമം താൻ അനുഭവിച്ച ഒരു ദുരനുഭവമാണ് പശ്ചിമബംഗാൾ ഗവർണർ ഡോക്ടർ CV ആനന്ദബോസ് കഴിഞ്ഞ ദിവസം പങ്കുവച്ചത്. NSS ആസ്ഥാനത്ത് എത്തി മന്നം സ്മാരകത്തിൽ പുഷ്പാർച്ചന നടത്താൻ തനിക്ക് അനുമതി ലഭിച്ചില്ല എന്നുള്ളതായിരുന്നു അദ്ദേഹം പങ്കുവച്ച ദുഃഖം എന്നുള്ളത്. അതിൽ അദ്ദേഹം അതീവ ദുഃഖം രേഖപ്പെടുത്തുന്നു. അതേസമയം ഈ പശ്ചിമ ബംഗാളിൻ്റെ ഗവർണറായി തന്നെ നിയമിച്ച കാര്യം താൻ ആദ്യം പങ്കുവച്ച ആളുകളിൽ ഒരാളാണ് NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ എന്നും തുടർന്ന് അതിന് പിന്നാലെ ഈ NSS ആസ്ഥാനത്തെത്തിയ തന്നെ അദ്ദേഹം സ്വീകരിച്ചു, തനിക്ക് ചായ തന്നു, സംസാരിച്ചു, തന്നെ യാത്രയാക്കി. ആ ഒരു ഘട്ടത്തിൽ പോലും എന്നാൽ മന്നം സ്മാരകത്തിൽ പുഷ്പാർച്ചന നടത്തുന്ന കാര്യം പറയുകയുണ്ടായില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത്തരത്തിൽ ഈ എല്ലാ നായന്മാർക്കും അവകാശപ്പെട്ടതാണ് മന്നം സ്മാരകത്തിൽ പുഷ്പാർച്ചന നടത്താനുള്ള അവകാശം. അത് ആരുടെയെങ്കിലും കുത്തകയല്ല എന്നാണ് RSS നേതൃത്വത്തിന് എതിരായി പശ്ചിമബംഗാൾ ഗവർണറുടെ പ്രയോഗം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ സ്വന്തം ആചാര്യനെ പ്രണമിക്കാൻ, പുഷ്പാർച്ചന നടത്താൻ എല്ലാ നായന്മാർക്കും അവകാശമുണ്ട് എന്നും അദ്ദേഹം പറയുന്നു. ഒപ്പം തന്നെ ഡൽഹിയിലും ഒരു മന്നം സ്മാരകം സ്ഥാപിക്കണമെന്നും അതിനായി തൻ്റെ 1 മാസത്തെ ശമ്പളം താൻ സംഭാവന ചെയ്യാമെന്നും അദ്ദേഹം പറഞ്ഞു. 3 വർഷം മുമ്പ് ബംഗാൾ ഗവർണറായി നിയമിതനാകുന്നതിന് മുമ്പുണ്ടായ ദുരനുഭവത്തെക്കുറിച്ചാണ് അദ്ദേഹം തൻ്റെ അനുഭവം പങ്കുവച്ചിരിക്കുന്നത്. എന്നാൽ ഈ വിഷയത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾക്ക് അദ്ദേഹം തയ്യാറല്ല എന്നാണ് നിലവിൽ അറിയാൻ കഴിയുന്നത്. ഹാഷ്മി, ഓക്കെ, ബൽറാമാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ടോബിയോട് ചെയ്യുന്നു. ടോബി, അവഗണിച്ചു എന്ന് പറയുന്നില്ല CV ആനന്ദബോസ്. G സുകുമാരൻ നായർ വന്നു, തന്നെ കണ്ടു, കാറിൽ നിന്ന് സ്വീകരിച്ചു, അകത്ത് കൊണ്ടുപോയി ചായ തന്നു, തിരിച്ച് കാറിൽ കയറ്റി വിട്ടു. വന്ന കാര്യം മാത്രം നടക്കാനുള്ള അനുവാദം കിട്ടിയില്ല എന്നാ പറയുന്നത്. അപ്പോൾ CV ആനന്ദബോസിന് അങ്ങനെ ഒരു കള്ളം പറയേണ്ട കാര്യമില്ലോ. ആ വിഷയത്തിൽ സംഭവിച്ചത് എന്താണെന്നാണ് G സുകുമാരൻ നായർ നമ്മളോട് പറഞ്ഞത്, ടോബിയോട് പറഞ്ഞത്. ഹാഷ്മി, നമ്മൾ അല്പസമയം മുമ്പ് അദ്ദേഹവുമായി വിശദമായിട്ട് തന്നെ സംസാരിച്ചു. അദ്ദേഹം പറയുന്നത് ഇങ്ങനെ ഒരു സംഭവം നടന്നതായിട്ട് തനിക്ക് ഓർമ്മയില്ല, അങ്ങനെ ഒരു ആവശ്യം തന്നോട് ഉന്നയിച്ചിട്ട് പോലുമില്ല. അത് അങ്ങനെ ഉന്നയിക്കാതെ താൻ എങ്ങനെ അറിയുമെന്നുള്ളൊരു ചോദ്യം തന്നെയാണ് സുകുമാരൻ നായർ ചോദിച്ചു വെക്കുന്നത്. അങ്ങനെ ഒരു ആവശ്യം ഉണ്ടായിരുന്നുവെങ്കിൽ താൻ തന്നെ കൂട്ടിക്കൊണ്ടുപോയി പുഷ്പാർച്ചന നടത്താനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്താനേ എന്നാണ് അദ്ദേഹം പറയുന്നത്. അല്ലാതെ ഇപ്പോൾ പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാക്കുന്നില്ല. എന്തെങ്കിലും വിവാദമുണ്ടാക്കാൻ പറയുന്നതായിരിക്കും എന്നുള്ള തരത്തിലുള്ള പ്രതികരണമാണ്. പണ്ട് പലരും സമാനമായ രീതിയിൽ ഇവിടെ വന്ന് പുഷ്പാർച്ചന
നടത്തി പോയിട്ട് അതിനുശേഷം ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തി വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആയിരിക്കാം ഈ ഒരു പ്രതികരണവും എന്ന നിലയിലുള്ള പ്രതികരണം തന്നെയാണ് സുകുമാരൻ നായരുടെ ഭാഗത്ത് നിന്നും വന്നിരിക്കുന്നത്. ആഷ്മി, ഇതിന്റെ ഒരു പശ്ചാത്തലം കൂടി നമ്മൾ നോക്കണം. കാരണം കഴിഞ്ഞ ദിവസം മന്നം ജയന്തി ആഘോഷങ്ങൾ നടന്നു. അന്ന് ഏറ്റവും ശ്രദ്ധേയമായത്, സാധാരണ ഏതെങ്കിലും രാഷ്ട്രീയ നേതാവിനെ വേദിയിൽ എത്തിക്കാറുണ്ട്, എന്നാൽ ഇത്തവണ ഒരു രാഷ്ട്രീയ നേതാവിനെയും വേദിയിൽ എത്തിക്കാതെ എല്ലാവരോടും സമദൂരം എന്നുള്ളൊരു നിലപാടാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ കത്തി നിൽക്കുന്ന ഒരു പശ്ചാത്തലമാണ്. അതിൽ പോലും NSS സ്വീകരിച്ച നിലപാട് നിലവിൽ കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കേസായതുകൊണ്ട് തന്നെ അത് കൃത്യമായി അന്വേഷണം നടക്കുന്നുണ്ട്, മേൽനോട്ടം കോടതിയുടേതായതുകൊണ്ട് തന്നെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ആ വിഷയത്തിൽ ഒരു പ്രതികരണം വേണ്ട എന്നുള്ള നിലപാടാണ് മുന്നോട്ട് വെച്ചത്. അതുകൊണ്ട് തന്നെ BJPക്കും കോൺഗ്രസിനുമൊക്കെ ഇതത്ര ദഹിച്ചിട്ടില്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. അങ്ങനെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയോടും സമദൂരം പാലിക്കുന്ന ഒരു പശ്ചാത്തലത്തിലൂടെയാണ്, അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിലൂടെയാണ് NSS ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ CV ആനന്ദബോസിന്റെ പ്രതികരണത്തിൽ മറ്റെന്തെങ്കിലും രാഷ്ട്രീയമുണ്ടോ എന്നൊരു സംശയം പോലും NSSലെ പല ആളുകൾക്കുമുണ്ട്. ഏതായാലും സുകുമാരൻ നായർ പറയുന്നത് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല, അങ്ങനെ എന്തെങ്കിലും അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടായിരുന്നുവെങ്കിൽ അത് നടത്തിക്കൊടുക്കാൻ താൻ തയ്യാറായിരുന്നു, പക്ഷേ അത് പറയാതെ എന്ത് അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രതികരണം നടത്തിയതെന്ന് മനസ്സിലാകുന്നില്ല എന്നാണ് സുകുമാരൻ നായർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.